ഇറാൻ അമേരിക്ക ചർച്ച വ്യാഴാഴ്ച നടന്നേക്കുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എപിഎ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമാബാദിൽ ചർച്ചയൊരുക്കാൻ സന്നദ്ധമാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ യുഎസ് ഉപരോധം തുടരുകയാണ്. യുഎസ്എസ് ട്രിപ്പോളി കപ്പൽ കടലിൽ നിലയുറപ്പിച്ചതായും നിരവധി F-35 യുദ്ധവിമാനങ്ങൾ കപ്പലിൽ സജ്ജമാക്കിയതായും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും സൈനിക ഇടപെടലുണ്ടായാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ലബനാൻ ചർച്ച ഇന്ന് അമേരിക്കയിലും നടക്കും. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ആദ്യഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ ചേർന്ന ചർച്ച അത് വഴിമുട്ടുകയായിരുന്നു, പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു ചർച്ച, ഇറാൻ അമേരിക്ക ചർച്ച നടന്നേക്കുമെന്ന് തന്നെയാണോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും വാർത്താ ഏജൻസികളാണ് ഔദ്യോഗികമായി തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മിക്കവാറും വ്യാഴാഴ്ച തന്നെ ചർച്ച നടക്കും. പക്ഷേ ചർച്ചയുടെ വേദിയൊരുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനീവയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നഗരങ്ങളിലേക്ക് പോയി ചർച്ച മാറ്റണമെന്നൊരു നിർദ്ദേശം കൂടി ഉയർന്നിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ അക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം വലിയ സമ്മർദ്ദമുണ്ട്. ഇനിയും യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ അത് ആവൽക്കരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന വലിയ ആശങ്ക രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഒരു നാവിക ഉപരോധം അമേരിക്ക ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഇറാനാകട്ടെ അതിശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പോടുകൂടി ആ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സൈനിക മുന്നൊരുക്കങ്ങൾ വളരെ വിപുലമായ തോതിൽ തന്നെ ഇറാന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ യുദ്ധക്കപ്പലുകൾ രംഗത്തിറക്കി ഇറാനെ കുറെ കൂടി സമ്മർദ്ദത്തിൽ അകപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്കയും നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ കൈവിട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ആശങ്കയാണ് കുറെ കൂടി വലിയ സമ്മർദ്ദം രണ്ടു കൂട്ടർക്കുമേലും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായിട്ട് ട്രംപ് നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ നാറ്റോ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ട്രംപിന്റെ നീക്കങ്ങളോട് നിസ്സഹകരിച്ചു നിൽക്കുന്ന ഒരു സമീപനം മറുഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഈ തുറമുഖ ഉപരോധം ഉൾപ്പെടെയുള്ള അമേരിക്കൻ നടപടികൾ ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നുപെട്ടു. അതെല്ലാം കൂടിയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് രണ്ടു കൂട്ടരെയും ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും മിക്കവാറും വ്യാഴാഴ്ച തന്നെ ചർച്ച നടക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ പുറത്തുവരുന്നത്. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത വരുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒരുപക്ഷെ വരും മണിക്കൂറിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ സംഘർഷം വളരെ വിപുലമായ ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചർച്ചയിലേക്ക് തന്നെ തിരികെ വരാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ മേഖലയിലെ രാജ്യങ്ങളും വലിയ താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ദിവ്യ, എന്തായാലും ഇറാൻ അമേരിക്ക ചർച്ച അത് വീണ്ടും വ്യാഴാഴ്ച നടന്നേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. വാർത്താ ഏജൻസിയായ AP ആണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.